സംഘർഷം രൂക്ഷമായതിനു പിന്നാലെ ഇറാനിൽ നിന്നൊഴിപ്പിച്ച ഇന്ത്യൻ വിദ്യാർത്ഥികളുമായുള്ള ആദ്യ വിമാനം പുറപ്പെട്ടു. നാളെ പുലർച്ചെ 2 മണിയോടെ വിമാനം ഇന്ത്യയിലെത്തും. ടെഹ്റാനിലെയും ടെല്ലവീവിലെയും സംഘർഷബാധിത മേഖലകളിലെ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വിദേശകാര്യ മന്ത്രാലയം നടപടികൾ തുടരുകയാണ്. ഇറാൻ അതിർത്തി വഴി അർമേനിയയിലെത്തിയ വിദ്യാർത്ഥികൾ പുലർച്ചെ 2 മണിയോടെ ഇന്ത്യയിൽ തിരിച്ചെത്തുമെന്നാണ് വിവരം. ജമ്മു കശ്മീരിൽ നിന്നുള്ളവരാണ് ആദ്യ ബാച്ചിലുള്ളവർ. ഡൽഹിയിലെത്തുന്നവരെ നാട്ടിലേക്ക് എത്തിക്കാനും വിദേശകാര്യ മന്ത്രാലയം ക്രമീകരണം ഒരുക്കിയതായി ജമ്മു കശ്മീർ സ്റ്റുഡൻസ് അസോസിയേഷൻ അറിയിച്ചു. അതേസമയം ടെഹ്റാൻ വിട്ട 600 വിദ്യാർത്ഥികൾ ക്വാമ നഗരത്തിൽ തുടരുകയാണ്. ഇറാനിലെ മലയാളികളെല്ലാം സുരക്ഷിതരാണെന്ന് സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് 24നോട് പറഞ്ഞു. അവരൊക്കെ സേഫായിട്ട് സ്ഥലങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുമായിട്ട് നമ്മൾ കോൺസ്റ്റന്റ് ടച്ചിലാണ്. നമ്മുടെ സംവിധാനം നമുക്ക് അവിടെ ഉണ്ട്. ആരൊക്കെ മലയാളികളുണ്ട് ആ ലിസ്റ്റൊക്കെ നമുക്ക് കിട്ടുകയും നമ്മളത് ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ടെല്ലവീവിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന നടപടിയും തുടരുകയാണ്. ജോർദാൻ, ഈജിപ്ത് അതിർത്തി വഴി ഒഴിപ്പിക്കാനാണ് നീക്കം. ഇന്ത്യക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് ഇസ്രയേലും അറിയിച്ചിട്ടുണ്ട്. 24 ഡൽഹി.